വെറുതെ ആണോ വചനം വീണപാടെ ദുഷ്ടൻ അപഹരിച്ചുകൊണ്ട് പോകുന്നേ? പെട്ടെന്ന് അത് കട്ടോണ്ട് പോവാന്ന് പറയും, അല്ലെ അപഹരിച്ചുകൊണ്ട് പോവുകയാണ്. കാരണം എന്താ? അതവിടെ ഇരുന്നാൽ അത് നിൻ്റെ കുടുംബത്തിനകത്ത് ഐശ്വര്യം കൊണ്ടുവരും, അത് അനുഗ്രഹത്തെ കൊണ്ടുവരും, അത് ദീർഘായുസിന് കാരണമാകും. അതൊക്കെ പിശാചിനറിയാം. അതുകൊണ്ടാണ് വചനം വീണ ഉടനെ, അത് കേട്ട ഉടനെ പിശാചിനെ അപഹരിച്ചുകൊണ്ട് പോകും. ഇന്നു മുതൽ പ്രാർത്ഥിച്ച് കേൾക്കുന്ന വചനം ഒരു ദുഷ്ടശക്തിക്കും ഒരന്ധകാര സ്വാധീനത്തിനും അപഹരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത വിധം ആ വചനത്തെ ഉള്ളിൻ്റെ ഉള്ളിൽ പതിപ്പിക്കാൻ ഇടവരട്ടെ. ആ വാക്കാ ഉപയോഗിച്ചിരിക്കുന്ന സുഭാഷിതങ്ങൾ 4:10. മകനെ, എൻ്റെ വാക്ക് നിൻ്റെ ഹൃദയത്തിൽ പതിയട്ടെ, മറന്നുപോകാത്ത വിധത്തിൽ പതിയട്ടെ. അപ്പോൾ എപ്പോൾ ആ വചനം നിൻ്റെ ഹൃദയത്തിനകത്ത് പതിയുമ്പോൾ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. 12ാമത്തെ വാക്യം കൂടി ഞാൻ വേഗത്തിലൊന്ന് വായിക്കാം. നടക്കുമ്പോൾ നിൻ്റെ കാലിടറില്ല, ഓടുമ്പോൾ നീ വീഴുകയില്ല. ഇടറണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേര് ചുറ്റും നിൽപ്പുണ്ട്. പക്ഷെ വചനമാണോ നിൻ്റെ ഉള്ളിലുള്ളത്? ആ വചനമാണോ നിൻ്റെ കുടുംബത്തിലുള്ളത്? നടക്കുമ്പോൾ നിൻ്റെ കാലിടറില്ല, ഓടുമ്പോൾ നീ വീഴുകയില്ല. കാരണം നിൻ്റെ അകത്ത് പതിഞ്ഞിരിക്കുന്നൊരു വചനമുണ്ട്. ഓരോ ദിവസവും കേൾക്കുന്ന വചനം അത് നിൻ്റെ ഹൃദയത്തിൽ പതിയുമ്പോൾ നിനക്ക് ഒരാൾക്ക് വിശ്വസിക്കാൻ ആവുന്നതിലും അധികമുള്ള അനുഗ്രഹവും നന്മയുമാണ് അവരിൽ വരുന്നത്, ആ കുടുംബത്തിൽ വരുന്നത്.